ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോയിൽ വരുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേര് SBI ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ SBIയുടെ യോനോ ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളുമാണ് നമ്മൾ. എന്നാൽ യോനോ ആപ്പ് ഉപയോഗിക്കുന്ന നമ്മൾക്ക് ഒരുപാട് റിവാർഡ്സുകൾ ലഭിക്കാറുണ്ട്. ആ റിവാർഡ്സിനെ എങ്ങനെ നമുക്ക് ക്യാഷാക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടോ DTH റീചാർജ് ചെയ്തുകൊണ്ടോ ഓൺലൈനായിട്ട് പർച്ചേസിങ് നടത്തിക്കൊണ്ടോ ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ സേവനങ്ങളും നമുക്ക് ആ ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതാണ് നാം ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ യോനോ ആപ്പിൽ നിന്നും എനിക്ക് ലഭിച്ച PTS അഥവാ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ റീചാർജ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. മിക്ക ബാങ്കുകളും നമ്മൾ സർവീസ് നടത്താറുണ്ടെങ്കിലും ഉപഭോക്താക്കൾക്ക് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമാവുന്ന ഇൻഫർമേഷനൊന്നും അറിയിച്ചു കൊടുക്കാറില്ല. അപ്പോൾ ഞാനും വർഷങ്ങളായിട്ട് SBI ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് ബാങ്കിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ അറിയുകയും ഞാൻ റീചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. റീചാർജ് എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആക്കി ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചു. മുൻപൊക്കെ ഒരുപാട് തവണ ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഉപകാരപ്രദമാവുന്ന ഇൻഫർമേഷൻ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു വലിയ ഉപകാരമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് രണ്ടാമതായിട്ട് യോനോ റിവാർഡ് എന്ന് കാണിക്കും. ആ റിവാർഡ് എന്ന ഭാഗം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസിങ് ചെയ്യുന്നതിനും അതുപോലെ യൂട്ടിലിറ്റി സർവീസുകൾ നടത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു പേജ് നമുക്കിവിടെ ഓപ്പൺ ആവുന്നതാണ്. ആ പേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാലറ്റിൽ വന്നിരിക്കുന്ന പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ DTH റീചാർജ് ചെയ്യുന്നതിനും KCB ബില്ല് പേ ചെയ്യുന്നതിനും ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് സാധിക്കും. അതായത് എൻ്റെ വാലറ്റിൽ ഇപ്പോൾ 428 PTS ആണ് കാണിക്കുന്നത്. 4 പോയിന്റ് നമ്മുടെ ഇന്ത്യൻ മണിയുടെ ₹1 മൂല്യം ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ വാലറ്റിൽ വന്നിരിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ റീചാർജുകൾ ചെയ്യുന്നതിനും മറ്റ് ഓൺലൈൻ പർച്ചേസിങ് നടത്തുന്നതിനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സിന്, SBIയുടെ കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നമ്മുടെ ഒരു മാസത്തെ കറണ്ട് ബില്ലോ മൊബൈൽ റീചാർജോ DTH റീചാർജോ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ളൊരു ഏർണിങ്സ് ആണ് ഈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുക. ഞാനിപ്പോൾ എൻ്റെ ₹107 ഉപയോഗിച്ചുകൊണ്ട് BSNL മൊബൈൽ നമ്പർ റീചാർജ് ചെയ്തത് സക്സസ് ആയതാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ SBI ഉപയോഗിക്കുന്ന നിങ്ങളെല്ലാവരും യോനോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും നമ്മുടെ ഇടപാടുകൾക്ക് നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് PTS ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിധത്തിലുമുള്ള സർവീസുകൾ നമുക്ക് ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ അവരുടെ സർവീസ് നമുക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് നമുക്ക് SBIയെ അറിയിക്കാവുന്നതാണ്. ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അധിക പണം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ റീചാർജും DTH റീചാർജും KCB ബില്ലും എല്ലാം പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു പണവും നൽകാതെ നമ്മൾ നടത്തുന്ന സർവീസുകൾക്ക് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ നടത്തുന്ന ഓരോ ഇടപാടുകൾക്കും നമുക്കൊരു പോയിന്റ് ലഭിക്കുന്നതാണ്. ഞാൻ എൻ്റെ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ് ചെയ്യുകയും DTH റീചാർജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.